CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും അല്ല ഇനിയിപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയ ആളാണെങ്കിലും പിണറായി കാലത്തെ അവരുടെ മെയിൻ പണി തായ്ക്കണ്ടിയിൽ കുടുംബത്തെ വെളുപ്പിക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് പുതിയതായി സ്ഥാനമേറ്റെടുത്ത CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിക്കും വന്നിരിക്കുന്നത്. അതായത് പിണറായി വിജയനെയും മകളെയും സകലമാന വിവാദങ്ങളിൽ നിന്ന് വെളുപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നല്ല രീതിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു പിണറായി തന്നെ വെട്ടിയൊതുക്കാൻ വെച്ചിരുന്ന MA ബേബിയെ തന്നെ ആ കസേരയിലേക്ക് കൊണ്ടിരുത്തിയത്. എന്തായാലും MA ബേബി പിണറായി വിജയനോട് കൂറ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അധികാര കസേരയിൽ കയറിയതിന് തൊട്ട് പിന്നാലെ തന്നെ വെളുപ്പിക്കൽ അടങ്കലെടുത്തിരിക്കുകയാണ്. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് MA ബേബി. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ SFIO കേസിലാണ് ഇപ്പോൾ ബേബി സഖാവ് പിന്തുണ പ്രഖ്യാപിച്ചത്. അകമഴിഞ്ഞ സഹായം ഉണ്ടാകും എന്ന് തന്നെയാണ് പിണറായിക്ക് വാക്കുകൊടുത്തിരിക്കുന്നത്. വിഷയം CPM രാഷ്ട്രീയമായി നേരിടുമെന്നാണ് ബേബി സഖാവ് ചാനലുകൾ തോറും കയറി ഇറങ്ങി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വീണ വിജയനെതിരായ കേസ് വ്യക്തിപരമല്ലെന്ന നിലപാടാണ് CPM ജനറൽ സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നത്. പാർട്ടി നേതാവിന്റെ മകളായതുകൊണ്ട് വന്ന കേസാണ് വീണയ്ക്കെതിരായത് എന്നാണ് ബേബി സഖാവിന്റെ ദീർഘവീക്ഷണം. അതിനാലാണ് ഈ കേസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പറഞ്ഞത്. വീണയുടെ കമ്പനി നടത്തിയത് സുതാര്യമായ ഇടപാടാണെന്നും ബേബി സഖാവ് വിശദീകരിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് കോടിയേരി കുടുംബത്തെ MA ബേബിയും കാലുവാരിയെന്ന്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ലഹരി കേസിൽ അകത്തായപ്പോൾ അത് വ്യക്തിപരമായി നേരിടണമെന്ന നിലപാട് സ്വീകരിച്ച CPMഉം ബേബി സഖാവ് ഉൾപ്പെടെയുള്ളവരാണ് പിണറായി വിജയന്റെ മകളുടെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇവരൊക്കെ ഇങ്ങനെ വീണ വിജയനെ പൊക്കി തലയിൽ വെക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതിന് മാത്രം പാർട്ടിക്ക് ആരാണ് വീണ വിജയൻ? ആ ചോദ്യം പ്രസക്തമാണ്. ഒരു അണിയാണോ? അല്ല. എന്നാൽ പാർട്ടി അംഗത്വമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അതുമില്ല. പിണറായി വിജയന്റെ മകളാണ് എന്നുള്ളതാണ് വീണയ്ക്കുള്ള പ്രിവിലേജ്. പിണറായി വിജയൻ പറയുന്നതാണല്ലോ ഇപ്പോൾ CPMൽ നടപ്പാകുന്നത്. അതിനുവേണ്ടി തന്നെയാണ് MA ബേബിയെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി കസേരയിൽ കൊണ്ടിരുത്തിയതും. പിണറായിക്കെതിരായി ഒന്നും തന്നെ അങ്ങ് കേന്ദ്ര PBയിൽ നിന്ന് എതിർപ്പുകൾ ഉയരരുത്. അത്തരത്തിൽ എതിർപ്പുകൾ ഉയർന്നാൽ അതിനെ അടിച്ചൊതുക്കി പിണറായിക്ക് ജൈവിളിക്കുന്ന ഒരു കൂട്ടരാക്കി PBയിലുള്ളവരെയും മാറ്റണം. അതിന് ബേബി സഖാവ് ബെസ്റ്റാണെന്ന് പിണറായിക്ക് തോന്നിക്കാണും. അല്ലെങ്കിൽ പിന്നെ വെട്ടിയൊതുക്കാൻ വെച്ചിരുന്ന ലിസ്റ്റിലെ പേരുകാരനായ MA ബേബിക്ക് ആ കസേര കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും വീണ വിജയന് പേടി തുടങ്ങിയിട്ടുണ്ട്. ആ പേടിയിൽ ദൈവങ്ങളുടെ അടുത്തേക്ക് ഓടുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ. ദൈവമില്ല, വിശ്വാസമില്ല, അമ്പലമില്ല, എല്ലാം മിത്താണെന്ന് പറയുന്ന കൂട്ടരുടെ ആൾക്കാരൊക്കെ ഇപ്പോൾ ദൈവവിശ്വാസികളായി മാറിയിട്ടുണ്ട്. വീണയെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ക്ഷേത്ര ദർശന വഴിയിൽ വീണ എത്തിയിരിക്കുന്നത്. വീണയെ അറസ്റ്റ് ചെയ്യണമെന്നും പിണറായി രാജിവെക്കണമെന്നും ഒക്കെ ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ്, ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ക്ഷേത്ര ദർശനം നടത്തുന്ന വീണ വിജയന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രിക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനും ഒപ്പം കുടുംബസമേതമാണ് വീണ വിജയൻ എത്തിയത്. ഈ വേളയിലാണ് തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥനയിൽ വീണ മുഴുകിയത്. അമ്മ കമലയ്ക്കൊപ്പമാണ് വീണ വിജയൻ തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു വീണയും സംഘവും ക്ഷേത്ര ദർശനം നടത്താൻ എത്തിയത്. ഏപ്രിൽ 3-ാം തീയതിയാണ് വീണയെ കേസിൽ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചെന്ന വാർത്ത പുറത്തു വന്നത്. ഇതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ക്ഷേത്ര ദർശനം. അങ്ങനെ ഇനി ദൈവം മാത്രമേ ഉള്ളൂ എന്ന തോന്നലിലായിരിക്കാം വീണ വിജയനും ക്ഷേത്ര ദർശനം നടത്തുന്നത്. അച്ഛൻ പരമാവധി ശ്രമിച്ചിട്ടും മകളെ ഇതിൽ നിന്ന് പൂർണ്ണമായും ഊരിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അതുകൊണ്ട് ആ പാതി നിർവഹിക്കാൻ ഇപ്പോൾ ദൈവങ്ങളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ വിജയൻ. MA ബേബിക്കെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വീണ വിജയനെ മാറ്റി നിർത്തണമെന്നും വീണയ്ക്ക് എന്തിനാണ് പിണറായിയുടെ മകൾ എന്നതിനപ്പുറം പാർട്ടിക്ക് വീണ ആരാണ് എന്നുള്ള ചോദ്യം പാർട്ടിയിൽ നിന്ന് തന്നെ പലരും ഉയർത്തുന്ന ഒരു ചോദ്യമാണ്.
അത്തരത്തിൽ പിണറായിയെയും, അതായത് പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തായ്ക്കണ്ടിയിൽ കുടുംബത്തിനു വേണ്ടി ജനറൽ സെക്രട്ടറി തന്നെ വാദിക്കാൻ എത്തിയിരിക്കുന്നത് ഒരു കൂട്ടം നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എം.എ. ബേബിക്കെതിരെയും വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെയാണ് കെട്ടുപൊട്ടിച്ച് പുറത്തു ചാടിയിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബേബി സഖാവ് എത്തിയത് പിണറായിയുടെ പരോക്ഷ പിന്തുണയോടെയാണ്. സെക്രട്ടറി സ്ഥാനത്തേക്ക് എം.എ. ബേബിയുടെ പേര് കുറച്ചു കാലമായി ചർച്ചയിലുണ്ടായിരുന്നു. പാർട്ടിയിലെ സീനിയോറിറ്റിയും ദേശീയ തലത്തിലെ പ്രവർത്തന പരിചയവും അദ്ദേഹത്തിന് മുതൽക്കൂട്ടാകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കേരളത്തിന്റെ പിന്തുണയും ബേബി സഖാവിനുണ്ടായിരുന്നു. പാർട്ടിക്ക് ഭരണമുള്ള ഏക സംസ്ഥാനമാണ് കേരളം. അതിനാൽ തന്നെ കേരള ഘടകത്തിന്റെ നിലപാട് നിർണായകമാണ്. അതിലുപരി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണല്ലോ. പിണറായി പറയുന്നതാണല്ലോ അവസാന വാക്ക്. പിണറായി കഴിഞ്ഞാൽ പൊളിറ്റ് ബ്യൂറോയിൽ സീനിയർ എം.എ. ബേബിയാണ്. ബേബി SFI ദേശീയ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പിൻഗാമിയായത് സീതാറാം യെച്ചൂരി. ഇതിനിടെ നേരത്തെ ബംഗാൾ ഘടകം അശോക് ദാവ്ളയെ പിന്തുണയ്ക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അശോക് ദാവ്ള ജനറൽ സെക്രട്ടറി കസേരയിൽ എത്തുന്നത് പിണറായിക്ക് അത്ര നല്ലതിനല്ല. കാരണം കേരളയിൽ ഉൾപ്പെടെ പലതിനെയും എതിർത്ത ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ പിണറായിക്ക് അത്ര മതിപ്പുള്ള ആളുമല്ല. തൻ്റെ ഇംഗിതത്തിന് ദാവളെ വഴങ്ങില്ല എന്ന് പിണറായിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പിടിച്ച പിടിയാലെ നിൽക്കുകയായിരുന്നു എം.എ. ബേബിക്ക് തന്നെ കസേര കൊടുക്കണമെന്ന്. ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ പേരും തെലങ്കാനയിലെ ബി രാഘവലുവിന്റെയും പേര് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. കിസാൻ സഭ ദേശീയ പ്രസിഡന്റാണ് അശോക് ദാവളെ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവാണെങ്കിലും ദേശീയ തലത്തിൽ പ്രവർത്തന പരിചയം അദ്ദേഹത്തിനുണ്ട്. കർഷകരുടെ ലോങ് മാർച്ചിലൂടെ ശ്രദ്ധേയനായിരുന്നു. തുടക്കം മുതൽ ദാവ്ളയ്ക്ക് മുൻതൂക്കവും ലഭിച്ചിരുന്നു. പക്ഷേ എം.എ. ബേബിക്ക് വേണ്ടി കേരള ഘടകം ഉറച്ചു നിന്നപ്പോൾ എല്ലാവരും അത് അംഗീകരിക്കുകയായിരുന്നു. MLA, മന്ത്രി, MP, പാർട്ടി സെന്ററിലെ പ്രവർത്തനം, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള പ്രവർത്തന മികവ് എം.എ. ബേബിക്ക് തുണയാകുകയും ചെയ്തിരുന്നു. പക്ഷേ വലിയ വെല്ലുവിളിയാണ് എം.എ. ബേബിയെ കാത്തിരിക്കുന്നത്. CPM എന്നത് വെറും കേരള പാർട്ടിയായി മാറിയ കാലത്താണ് ഇപ്പോൾ അദ്ദേഹം അധികാരത്തിൻ്റെ കസേരയിൽ കയറിയിരിക്കുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഇന്ന് CPMന് പറയാനുള്ളത് നഷ്ടപ്രതാപത്തിന്റെ കണക്കുകൾ മാത്രമാണ്. അവധാനതയോടെ നയിക്കുക എന്ന് എം.എ. ബേബി ഇടയ്ക്കിടെ പറയുന്ന വാക്ക് തന്നെയാണ്. ഇടതുപക്ഷത്തിന്റെ അഭ്യുദയകാംക്ഷികൾക്ക് അദ്ദേഹത്തിനോടും പറയാനുള്ളത് ഇതുതന്നെയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണണം. പിണറായി വിജയനും അതുപോലെ തന്നെ വീണയ്ക്കും വേണ്ടി വാദിക്കാനാണോ ആ കസേരയിൽ കയറി ആദ്യ ഉദ്യമം എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. ഇപ്പോൾ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വീണയ്ക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് പാർട്ടി ഒന്നടങ്കം ഒരു നേതാവിൻ്റെ മകളെ, അതും വിവാദങ്ങളിൽപ്പെട്ട ഒരാളെ പിന്തുണയ്ക്കുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്.